This is our next topic, power measurement by 2 wattmeter method. Firstly, we know how to measure power in a circuit, whether it is two-phase or single-phase. The equipment or device which is used to measure power is wattmeter. Wattmeter, mainly there are two types of wattmeter, dynamometer type and induction type wattmeter. Induction type wattmeter can be used for power measurement in AC and DC circuit. Usually we are using dynamometer type wattmeter and it is very accurate. So usually we are using dynamometer type wattmeter. Next we can discuss about the construction of dynamometer type wattmeter. Mainly there are two coils in a wattmeter, that is current coil and pressure coil. This is the symbol of wattmeter. The top one is the current coil, below is the pressure coil. Pressure coil can be also termed as voltage coil. This pressure coil is used to measure the voltage proportional to current, and this current is used to measure the current coil is used to measure the current in the circuit. Here in this figure, in addition to voltage coil, there is one resistance. This resistance is provided to minimize if there occur any high current in this voltage coil. ഒന്നും കൂടെ ഞാൻ നേരെ പറഞ്ഞു തരാം. ആക്ച്വലി മെയിനായിട്ട് ഇതിലൊരു വോൾട്ടേജ് കോയിലും പ്രഷർ കോയിലും ഉണ്ട്. അപ്പോൾ ഈ ടോപ്പിൽ കാണുന്നതാണ് കറണ്ട് കോയിൽ, താഴത്തത് പ്രഷർ കോയിൽ. കറണ്ട് കോയിൽ ആ ഒരു ലൈനിലെ കറണ്ട് മെഷർ ചെയ്യാനും വോൾട്ടേജ് കോയിൽ എന്ന് പറയുന്നത് ആ ഒരു ലൈനിലുള്ള വോൾട്ടേജ് മെഷർ ചെയ്യാം. അപ്പം ഇൻ കേസ് ഈ ഒരു വോൾട്ടേജ് കോയിലിൽ മെഷർ ചെയ്യുമ്പോൾ വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു കറണ്ട് വളരെയധികം ഹൈ ആണെങ്കിൽ ആ കറണ്ടിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റെസിസ്റ്റൻസ് യൂസ് ചെയ്തിരിക്കുന്നത്. യൂഷ്വലി നമ്മൾ ശരിക്കും ഫിഗറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പം ഈ ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ട് അങ്ങ് മാറ്റി ജസ്റ്റ് ലൈക്ക് ഇങ്ങനെ ആയിരിക്കും കറണ്ട് കോയിൽ, പ്രഷർ കോയിൽ. അപ്പോൾ ദിസ് ഈസ് how we are putting or providing wattmeter in single phase circuit. Actually this is a single phase circuit. In single phase circuit our input is single phase AC supply and this is our load. Here when we are placing the wattmeter, we are providing current coil always series with the load. Current coil is providing always connecting series with the load, and pressure coil is always connecting parallel with the load. അപ്പോൾ ഈ ഒരു ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കറണ്ട് കോയിൽ എന്ന് പറയുന്നത് ഈ ലോഡിന് സീരീസ് ആയിട്ടാണ് വരച്ചേക്കുന്നത്. പ്രഷർ കോയിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പാരലൽ ടു ദ ലോഡ്. അതങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ശരിക്കും we can by means of wattmeter we can measure the power for a 3-phase circuit and a single phase circuit. സിംഗിൾ ഫേസ് സർക്യൂട്ട് ആയിക്കോട്ടെ, 3-phase സർക്യൂട്ട് ആയിക്കോട്ടെ, ഏതിൽ വേണമെങ്കിൽ നമുക്ക് വാട്ട്മീറ്റർ യൂസ് ചെയ്ത് മെഷർ ചെയ്യാം. അപ്പം യൂഷ്വലി ഫോർ 3-phase സർക്യൂട്ട് for 3-phase circuit 3-phase wattmeters are available. അതായത് ഒരു 3-phase സർക്യൂട്ടിലെ പവർ മെഷർമെൻറ്റിന് നമ്മുടെ കയ്യിൽ 3-phase wattmeter അവൈലബിൾ ആണ്. ഇഫ് wattmeter is not available, 3-phase wattmeter is not available, we can use 2 single phase wattmeter for 3-phase power measurement. ഇനി ഇൻ കേസ് നമ്മുടെ കയ്യിൽ 3-phase wattmeter ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 2 single phase wattmeters പവർ മെഷർമെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യും. അപ്പോൾ അതാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത്, പവർ മെഷർമെൻറ്റ് ബൈ 2 wattmeter മെത്തേഡ്. അതായത് ഒരു 3-phase സർക്യൂട്ടിലെ പവർ 2 wattmeter മെത്തേഡ് കൊണ്ട് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്.
ദിസ് ഈസ് അവർ സർക്യൂട്ട് ഡയഗ്രാം. ഇതാണ് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം. ഈ സർക്യൂട്ട് ഡയഗ്രാം കാണുമ്പോൾ അറിയാം ദിസ് ഈസ് അവർ ലോഡ്. ഈ ലോഡ് എന്ന് പറയുന്നത് 3 ഫേസ് ലോഡാണ്, R, Y, B. അപ്പോൾ ഇതാണ് നമ്മുടെ ലോഡ്. ലോഡ് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ ഞാൻ ഇൻഡക്റ്റീവ് ലോഡായിട്ടാണ് കാണിച്ചേക്കുന്നത്. ഇറ്റ് ക്യാൻ ബി RL ലോഡ് ആവാം, അല്ലെങ്കിൽ R ലോഡ് മാത്രമാവാം, ഏതായാലും. പക്ഷേ നമ്മുടെ ലോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ സ്റ്റാർ കണക്ഷൻ. ഇനി നമ്മുടെ ലോഡ് എന്ന് പറയുന്നത് ബാലൻസ്ഡ് ലോഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. എല്ലാ ഫേസിലും ലോഡ് എന്ന് പറയുന്നത് സെയിം എമൗണ്ട് ആയിരിക്കും. ഇപ്പോൾ R ഫേസിൽ ഇപ്പോൾ ഒരു 10 വാട്ടാണ് നമ്മുടെ ലോഡെങ്കിൽ, അതുപോലെ തന്നെ Y ഫേസിലും 10 വാട്ട് തന്നെ ആയിരിക്കും, B ഫേസിലും ആ സെയിം എമൗണ്ട് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ബാലൻസ്ഡ് ലോഡ് എന്ന് പറയുന്നത്. ഇനി നോക്കി, നമ്മളിവിടെ 2 വാട്ട് മീറ്റേഴ്സാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. R ഫേസിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, B ഫേസിലുമാണ് നമ്മുടെ വാട്ട് മീറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വാട്ട് മീറ്ററിന് നമ്മൾ W1 എന്ന് എഴുതിയിരിക്കുന്നു, സെക്കൻഡ് വാട്ട് മീറ്ററിന് W2 എന്ന് എഴുതിയിരിക്കുന്നു. ഇനി Y ഫേസിൻ്റെ അവിടെ നമ്മൾ വാട്ട് മീറ്റേഴ്സ് ഒന്നും വെക്കുന്നില്ല. ഇനി ഈ 2 വാട്ട് മീറ്റേഴ്സും തമ്മിൽ കണക്റ്റഡ് ടു എ കോമൺ പോയിൻറ്റ്. ഈ പോയിൻ്റാണ് നമ്മൾ കോമൺ പോയിൻ്റ് എന്ന് പറയുന്നത്. തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നതാണ് ഇറ്റ് ഈസ് കോമൺ പോയിൻറ്റ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വാട്ട് മീറ്റേഴ്സിൻ്റെയൊക്കെ പവറിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫോർ എ സിംഗിൾ ഫേസ് നമുക്ക് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു DC സർക്യൂട്ട് ആണെങ്കിൽ DC സർക്യൂട്ടിലെ പവറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, പവർ ഇസ് ഈക്വൽ ടു V ഇൻറ്റു I. ഇനി AC സർക്യൂട്ട് ആണെങ്കിൽ VI മാത്രമല്ല, അതിനോട് ഒരു ടേമും കൂടെ വരും, പവർ ഫാക്ടർ, ദാറ്റ് ഈസ് കോസ് ഫൈ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു ഫേസിലെ പവറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ VI കോസ് ഫൈ. ഓക്കെ, അപ്പോൾ ഞാനിനി ആ ഇക്വേഷനിലോട്ട്, ഇതാണ് നമ്മുടെ ഫിഗർ, നമ്മുടെ ഇക്വേഷനിലോട്ട് പോവുകയാണ്. ഇത് W1ൻ്റെ വാല്യൂയും കണ്ടുപിടിക്കണം, W2ൻ്റെ വാല്യൂയും കണ്ടുപിടിക്കണം. അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം V ഇൻറ്റു I ഇൻറ്റു കോസ് ആംഗിൾ ബിറ്റ്വീൻ ദിസ് V ആൻഡ് I. അതാണ് നമ്മുടെ പവറിൻ്റെ ഇക്വേഷൻ. ഒന്നുകൂടെ ഇക്വേഷൻ പറയാം, VI കോസ് ഫൈ, വേർ ഫൈ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിലാണെങ്കിൽ ഇപ്പോൾ VRY IR എന്ന് പറഞ്ഞാൽ കോസ് ആംഗിൾ ബിറ്റ്വീൻ ദിസ് VRY ആൻഡ് IR, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. W1ൽ നമുക്ക് Vൻ്റെ വാല്യൂയും Iൻ്റെ വാല്യൂയും വേണം. അപ്പോൾ ഈ ഒരു ഇതിൽ നോക്കിയേ, ഇപ്പോൾ നമ്മുടെ കറണ്ട് കോയിൽ എവിടെയാണ് വെച്ചേക്കുന്നത്? നമ്മുടെ R ഫേസിലാണ് കറണ്ട് കോയിൽ വെച്ചേക്കുന്നത്. അപ്പോൾ കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് IR ആയിരിക്കും. ഇനി വോൾട്ടേജിൻ്റെ വാല്യൂ വേണം. ഇവിടെ നോക്കി, വോൾട്ടേജ് എവിടെയൊക്കെയാണ് നമ്മുടെ പ്രഷർ കോയിൽ എവിടെയൊക്കെ വെച്ചിരിക്കുന്നത് നോക്കി. അതിൻ്റെ ഒരു എൻഡ് R ഫേസിലും മറ്റേ എൻഡ് എന്ന് പറയുന്നത് Y ഫേസിലുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. മറ്റേ താഴോട്ട് പോകരുത്, അടുത്ത വാട്ട് മീറ്റർ ആവും. അപ്പോൾ നമ്മുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് VRY, RYന് ഇടയ്ക്കുള്ള വോൾട്ടേജാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് VRY ഇൻറ്റു IR. ഇനി കോസ് ആംഗിൾ ബിറ്റ്വീൻ ഈ 2 വോൾട്ടേജ്. ഓക്കെ, അത് ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും നമുക്ക് പറയാം. അതിനുശേഷം നമ്മൾ W2 ഇനി കണ്ടുപിടിക്കാൻ പോവാണ്. W2 എന്ന് പറയുമ്പോൾ നോക്കുക, W2ലെ വോൾട്ടേജും കറണ്ടും. W2 നോക്കി, ഇതാണ് W2ലെ കറണ്ട് കോയിൽ എന്ന് പറയുന്നത് എവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്? ഈ IB എന്ന് പറഞ്ഞ ഫേസാണ്, B ഫേസിലാണ്. അപ്പോൾ അവിടുത്തെ കറണ്ട് എന്ന് പറഞ്ഞാൽ IB. ഇനി പ്രഷർ കോയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷർ കോയിൽ വോൾട്ടേജ് മെഷർ ചെയ്യാനാണ് പ്രഷർ കോയിൽ. അത് എവിടേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? B ഫേസിലും Y ഫേസിലും. അപ്പം വോൾട്ടേജ് VBY ഇൻറ്റു IB, ആംഗിൾ ബിറ്റ്വീൻ VBY ആൻഡ് IB. ഇനി നമുക്ക് ആംഗിൾ ബിറ്റ്വീൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫേസർ ഡയഗ്രാം വരച്ചാൽ മാത്രമേ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫേസർ ഡയഗ്രാം മൊത്തത്തിൽ ഒരു ഫേസർ ഡയഗ്രാം ഞാനിവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ ഫേസർ ഡയഗ്രാം ഞാൻ ജസ്റ്റ് നമുക്ക് വരച്ചു പോവാം. അപ്പോൾ ഫേസർ ഡയഗ്രാം